റെഡി റെഡി ഇതൊക്കെ നിന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണല്ലേ? ആര് പറഞ്ഞിട്ട് അടിയാണ്? ചേച്ചിയാ? ചേച്ചി പറഞ്ഞ് ചെയ്യുവോ? നിന്നോട് പറഞ്ഞില്ലടി ചെയ്യരുതെന്ന്. എന്ത് വിടാൻ? എന്ത് കയ്യെ പിടിച്ചെന്തിനാ? എപ്പാ തോന്നി ദിവസം പറഞ്ഞാ കൈ പിടിച്ചെന്നാ പിടിച്ചില്ലേ? നീയൊക്കെ കൊമ്മളെ വിട്ടിരുന്നോട്ടാ. ഞാൻ അവളെ കൈ കയറി പിടിച്ചടാ, അവളെ കൈയോടെ പിടിച്ചടാ. ഞാൻ ചെല്ലുമ്പളേ അഴുക്കളില്ലേ, ഫ്ലാറ്റിലെ മൊത്തം അഴുക്കളും കുത്തി കാണലേക്കൂറിനെ. എടാ കുടുംബത്തിലെ വനിതയില്ലേ, അവളുടെ അനിയത്തി. നിങ്ങളെ സഹോദരി ഒരുത്തൊക്കെ പിടിച്ചെന്ന ഒരു ചുവന്ന ഷർട്ടിട്ട് ഒരുത്തൻ. എന്താ പ്രശ്നം? ഇവരുടെ സഹോദരി ഒരുത്തൻ അവിടെ വെച്ചിട്ട് കൈ കയറി പിടിച്ചിട്ട് ഹലോ പ്രിയൻ സാറേ, ഇവിടെ ആകെ പ്രശ്നമാ. എന്തു പറ്റി? സുനിതയുടെ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞ് വനിത ഷമീറിനെ തല്ലി. അയ്യോ, നിങ്ങൾ ആരും ഉണ്ടായില്ല ഒന്ന് തടുക്കാൻ? ഇല്ല, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവർ അടിച്ചെന്നേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്യാൻ? എല്ലാ പ്രശ്നങ്ങളും കൂടി വണ്ടി പിടിച്ച് എൻ്റെ കയറിയല്ലേ വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. പ്രിയൻ ഇപ്പൊ വരും, ചാടിക്കറി ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇതാ വരുന്നുണ്ട്. പ്രിയ, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞങ്ങൾ വന്ന്. കേൾക്കുമ്പോൾ നീ ഞെട്ടരുത്. ഓൾറെഡി ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞോ. അതെങ്ങനെ പറയുക? നീ പറ. ചേട്ടൻ തന്നെ പറ. ആരെങ്കിലും പറയേ, ഒന്ന് പറ. നമ്മൾ പ്ലാൻ ചെയ്ത പ്രൊജക്റ്റ് ഇല്ലേ, അത് മിക്കവാറും ഓക്കെ ആവും. ആണോ? ജോർജ് ചേട്ടൻ കഥ കേട്ടു, പുള്ളി വളരെ ഹാപ്പിയാണ്. ഇനി നാളെ വൈകുന്നേരം മമ്മൂക്കയും കൂടെ കഥ കേട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മമ്മൂക്ക മറ്റന്നാള് ദുബായിലേക്ക് പോവാ. അപ്പൊ നാളെ വൈകുന്നേരം തന്നെ ഇത് പറയണം. പറയാം. കൂടെ നിക്കണേ. പിന്നെ പ്രിയേട്ടാ, ഹലോ, എനിക്ക് നിങ്ങളുടെ ഓട്ടം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയാം, വേറെ ഒരു പരിപാടി ഏറ്റവും നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ കിട്ടുന്ന ഒരു അവസരം. വൈകാതെ അങ്ങത്തൂല്ലേ? ഓക്കെ അല്ലേ? ഓ ചേട്ടാ, അപ്പൊ മറക്കണ്ട, നാളെ വൈകുന്നേരം. ശരി. യമനക്കറ പ്രൊജക്ട് ഒന്ന് ഓണായാൽ മതി. ഹലോ ഹലോ പ്രിയൻ, ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഞാൻ നാളെ തന്നെ പോരെ. ശരി സർ.